Hello, Class 2. ഇന്നലത്തെ ഇൻട്രോയിൽ ആമുഖത്തിൽ എങ്ങനെയാണ് ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നത് എന്നതിനെക്കുറിച്ചാണ് നാം സംസാരിച്ചത്. നെഹ്റു ഈസ് ഗിവിംഗ് us the background of that historical event in which Gandhi entered Indian politics. Okay, that was immediately after the First World War, and Britain had gone back from the promises it had given. So India was in a mood of utter desperation, hopelessness. It was into this desperation and hopelessness and helplessness that Gandhi came. And how did he come? He came like a gush of fresh air, like a beam of light, like a whirlwind that had uplifted so many things എന്ന് നെഹ്റു പറയുന്നു. ഒരു പ്രകാശ കിരണം പോലെ, ഒരു പുതുശ്വാസം പോലെ, ഒരു ചുഴലിക്കാറ്റ് പോലെ ഗാന്ധി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു എന്ന് പറയുന്നു. ആൻഡ് മോർ ഇമ്പോർട്ടൻ്റ്ലി ഹി സേസ് ദാറ്റ് ഹി ഡിഡൻറ്റ് ഡിസെൻഡ് ഫ്രം ദ ടോപ്പ്. മുകളിൽ നിന്നും താഴേക്ക് വന്ന ഒരു നേതാവായിരുന്നില്ല ഗാന്ധി. ഹി എമേർജ്ഡ് ഫ്രം ദ മാസസ്, ജനങ്ങളിൽ നിന്നും ഉയർന്നു വന്ന ഒരു നേതാവായിരുന്നു. ഓക്കെ, ഹി എമേർജ്ഡ് ഫ്രം ദ മാസസ്, ഫ്രം ദ പീപ്പിൾ എന്ന് പറയുന്നു. ദിസ് ഇസ് വാട്ട് വി ഹാവ് സീൻ. ആൻഡ് ഹൗ ഡിഡ് a person like Gandhi, who came from outside, he came from South Africa into Indian politics and into the freedom struggle of India. So how did a person like Gandhi, who was not actively present in Indian politics before he came, became such a tremendous success? പുതുതായി ഇന്ത്യൻ രാഷ്ട്രീയത്തിലേക്ക് പ്രവേശിച്ച മഹാത്മജി എങ്ങനെ ഒരു ജനനേതാവായി തീർന്നു, എങ്ങനെ ഒരു രാഷ്ട്രീയ വിജയമായി തീർന്നു എന്നതാണ് നെഹ്റു പരിശോധിക്കുന്നത്. അതിൻ്റെ രാഷ്ട്രീയപരമായ കാരണങ്ങൾ, സാമൂഹികമായ കാരണങ്ങൾ, സാംസ്കാരികമായ കാരണങ്ങൾ, ഇതെല്ലാം നെഹ്റു അന്വേഷിക്കുകയാണ്. വി കണ്ടിന്യൂ വിത്ത് എ ലെസൺ. ഗോ ടു പേജ് നമ്പർ 40. Okay? Last paragraph. Get off the backs of these peasants and workers, he told us. All of you who live by their exploitation, get rid of the system that produces this poverty and misery. Political freedom took a new shape then and acquired a new content. This is what he says. This was the order of Gandhi. Get off from the back of these peasants and the poor people. ദരിദ്ര ജനതയുടെ മുതുകത്ത് കയറിയിരിക്കുന്ന ചൂഷകരോട് ഇറങ്ങിപ്പോകുവാൻ അദ്ദേഹം ആവശ്യപ്പെട്ടു. He was not asking this to the British only. He was asking this to the Indian systems, Indian orthodox conservative systems. ഇന്ത്യയിലെ തന്നെ യാഥാസ്ഥിതികമായ പാരമ്പര്യത്തോടും അത്തരത്തിലുള്ള വ്യവസ്ഥകളോടും കൂടിയാണ് ഗാന്ധിജി ചൂഷണത്തിൻ്റെതായ സമ്പ്രദായം അവസാനിപ്പിക്കുവാനായി ആജ്ഞാപിച്ചത്. ഓക്കെ, സോ political freedom took a new shape and then acquired a new content. Content എന്നാൽ ഉള്ളടക്കം എന്നാണ്. So political activity became a new kind of activity and the content of politics became a new kind of content. രാഷ്ട്രീയത്തിൻ്റെ രൂപവും ഭാവവും ഗാന്ധിജി മാറ്റി. Much that he said we only partially accepted or sometimes did not accept at all. It is not that Gandhi was completely accepted by everybody. ഗാന്ധിജി എല്ലാവർക്കും സ്വീകാര്യനായ ഒരു നേതാവായിരുന്നു എന്ന് നെഹ്റു പറയുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ പാർഷ്യലി ആക്സെപ്റ്റഡ്, ഭാഗികമായി മാത്രമാണ് പലപ്പോഴും സ്വീകരിക്കപ്പെട്ടത്. ആൻഡ് ഇൻ മെനി എ കേസ് ഹിസ് ഒപ്പീനിയൻസ് വെർ നോട്ട് ആക്സെപ്റ്റഡ് അറ്റ് ഓൾ. ഒരിക്കലും സ്വീകരിക്കപ്പെടാത്ത സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ. But all this was secondary. But these things are political only. അതുകൊണ്ട് തന്നെ ഇത് രണ്ടാമത്തെ
ആയി വരുന്ന ഒരു കാര്യമാണ്. ഒന്നാമത്തെ കാര്യം, ഗാന്ധിജിയുടെ സ്വാധീനത്തിൻ്റെ ഒന്നാമത്തെ കാര്യം ഇതല്ല. അതുകൊണ്ട് ബട്ട് ഓൾ ദിസ് വാസ് സെക്കൻഡറി. ദ എസൻസ് ഓഫ് ഹിസ് ടീച്ചിങ് വാസ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. ഭയമില്ലായ്മയും സത്യവും ആണ് ഗാന്ധിജിയുടെ ടീച്ചിങ്ങിൻ്റെ, അദ്ദേഹത്തിൻ്റെ അധ്യയനത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ. ഓക്കെ, ദ എസൻസ് ഓഫ് ഹിസ് ടീച്ചിങ് വാസ് ഫിയർലെസ്നെസ് ആൻഡ് ട്രൂത്ത്. ആൻഡ് ആക്ഷൻ അലൈഡ് ടു ദീസ്, ഓൾവേസ് കീപ്പിംഗ് ദ വെൽഫെയർ ഓഫ് ദ masses in view. Not only fearlessness and truth, action, in his words, karma, connected with fearlessness and truth. ധൈര്യത്തോടും, അതായത് ഭയമില്ലായ്മയോടും നിർഭയത്വത്തോടും സത്യത്തോടും ഉള്ള പ്രതിബദ്ധത, നിർഭയത്വത്തോടും സത്യത്തോടും ചേർന്നുള്ള കർമ്മം, ആക്ഷൻ, ഇത് രണ്ടുമായിരുന്നു ഗാന്ധിജിയുടെ ഉപദേശം. ഓക്കെ, ദ ഗ്രേറ്റസ്റ്റ് ഗിഫ്റ്റ് ഫോർ an individual or a nation, so we had been told in our ancient books, was abhaya, that is fearlessness. Not merely bodily courage, but the absence of fear from the mind. So Nehru explains this. What is the meaning of fearlessness in our context, in the Indian context? ഭാരതീയമായ ഒരു പശ്ചാത്തലത്തിൽ ഫിയർലെസ്നെസ് എന്ന് പറയുന്നതിന് വലിയ അർത്ഥങ്ങളുണ്ട്. ഇന്ത്യൻ പരമ്പരാഗത പുസ്തകങ്ങളിൽ ഫിയർലെസ്നെസ്സിനെ അഭയ എന്ന വാക്കുകൊണ്ടാണ്, അഭയം, ഫിയർലെസ്നെസ് എന്ന വാക്കുകൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, ദിസ് ഡസ് നോട്ട് മീൻ ഫിസിക്കൽ കറേജ് ഓൺലി. ശാരീരികമായ ധൈര്യം മാത്രമല്ല അഭയം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഫിയർലെസ്നെസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറ്റ് മീൻസ് ഫിയർലെസ്നെസ് ഇൻ ദ മൈൻഡ്, ഫിയർലെസ്നെസ് ഇൻ ആറ്റിറ്റ്യൂഡ്. ഓക്കെ, നോട്ട് ഓൺലി ബോഡിലി കറേജ് ബട്ട് ദ ആബ്സെൻസ് ഓഫ് ഫിയർ ഫ്രം ദ മൈൻഡ്. മനസ്സിൽ നിന്ന് തന്നെയുള്ള ഭയത്തിൻ്റെ ഇല്ലായ്മ എന്ന ഒരു വിശാലമായ അർത്ഥം ഭാരതീയമായ ഒരു പശ്ചാത്തലത്തിൽ ഫിയർലെസ്നെസ്സിനുണ്ട്. അതുകൊണ്ട് Gandhi accepted the philosophy of fearlessness. Okay, now the dominant impulse in India under British rule was that of fear. This is an explanation. എന്തുകൊണ്ട് ഭയം, എന്തുകൊണ്ട് ഗാന്ധി ഫിയർലെസ്നെസ്സിനെ ഊന്നി പറഞ്ഞു എന്നുള്ളതാണ്. കാരണം ഗാന്ധിജി ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ പ്രവേശിക്കുമ്പോൾ ഇന്ത്യയുടെ അടിസ്ഥാന ഭാവം, ഇന്ത്യയുടെ അടിസ്ഥാന വികാരം ഭയത്തിൻ്റേതായിരുന്നു. Okay, what kind of fear? Pervasive, oppressing and strangling fear. Pervasive, creeping in, എല്ലായിടത്തും നുഴഞ്ഞു കയറുന്ന, എല്ലായിടത്തും പരക്കുന്ന. Pervasive, oppressing, അടിച്ചമർത്തുന്ന. Okay, pressuring and strangling, ഞെരിച്ചമർത്തുന്ന. Okay, pressuring, killing, fear. This was the emotion that was shared by everybody. This was the feeling, this was the sentiment that was shared by everybody in India under British rule. Now, fear of the what all fears? ഈ ഫിയർ എന്നുള്ളത് അബ്സ്ട്രാക്റ്റായി അമൂർത്തമായി പറയുന്നതല്ല, യഥാർത്ഥത്തിൽ തന്നെ ജീവിതത്തിൽ ഭയത്തിൻ്റെ ഒരു അന്തരീക്ഷം നിലനിന്നിരുന്നു. ജനത ഒന്നടങ്കം ഭയത്തിലാണ് ജീവിച്ചിരുന്നത്, ഭയപ്പാടിൻ്റെ ഒരു അന്തരീക്ഷത്തിലാണ് ജീവിച്ചിരുന്നത്. എന്തിനോടെല്ലാമുള്ള ഭയം? ദ ഫിയർ ഓഫ് ദ ബ്രിട്ടീഷ് ആർമി, പട്ടാളത്തിനോടുള്ള, സേനയോടുള്ള ഭയം, സൈന്യത്തോടുള്ള ഭയം. ദ പോലീസ്, പോലീസുകാരോടുള്ള ഭയം, ബ്രിട്ടീഷ് പോലീസ്, റൈറ്റ്. ദ വൈഡ് സ്പ്രെഡ് സീക്രട്ട് സർവീസ്, സീക്രട്ട് സർവീസ് ഈസ് സ്പൈസ്, ചാരന്മാരാണ്. ഓക്കെ, എല്ലായിടത്തുമുള്ള ചാരന്മാരെക്കുറിച്ചുള്ള ഭയം. ഫിയർ ഓഫ് ദ ഒഫീഷ്യൽ ക്ലാസ്, ദ ബ്യൂറോക്രാറ്റ്സ്, ഓഫീസേഴ്സ്, ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വത്തോടുള്ള ഭയം. ആൻഡ് ഫിയർ ഓഫ് ലോസ് മെൻറ്റ് ടു സപ്രസ് ആൻഡ് ഓഫ് പ്രിസൺ. ഫിയർ ഓഫ് ലോസ് മെൻറ്റ് ടു സപ്രസ്, സപ്രസ് മീൻസ് അടിച്ചമർത്തുക, പ്രഷർ ഡൗൺ. ഓക്കെ, അടിച്ചമർത്താനായി ഉദ്ദേശിക്കപ്പെട്ടിട്ടുള്ള നിയമങ്ങളോടുള്ള ഭയം. ആൻഡ് ഓഫ് പ്രിസൺ, തടവറകളോടുള്ള, ജയിലിനോടുള്ള ഭയം. ആൻഡ് ഫിയർ ഓഫ് ദ ലാൻഡ് ലോഡ്സ് ഏജൻറ്റ്, ജമീന്ദാരുടെ കാര്യസ്ഥനോടുള്ള ഭയം, ജമീന്ദാരോടുള്ള ഭയം. ഓക്കെ, ദ ഫിയർ ഓഫ് ദ മണി ലെൻഡർ, പണം പലിശയ്ക്ക് കൊടുക്കുന്നവനോടുള്ള ഭയം.
ഫിയർ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് സ്റ്റാർവേഷൻ, തൊഴിലില്ലായ്മയോടും പട്ടിണിയോടുമുള്ള ഭയം. ആൻഡ് വിച്ച് വെർ ഓൾവേസ് ഓൺ ദ ത്രഷോൾഡ്. ത്രഷോൾഡ് മീൻസ് ഇൻ ദ ബാക്ക്ഗ്രൗണ്ട്, in the surroundings. Okay, unemployment and starvation were always on the threshold, always nearby. And apart from that, fear of the army, fear of the police, fear of the government officials, fear of the ruling class, fear of the jamindars. Okay, people were living in an environment of fear, ഭയം. അപ്പോൾ ഒരു അടിമ രാഷ്ട്രത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഇതാണ്. അടിമകളായി ജീവിക്കുന്ന ഒരു ജനത സദാ ഭയത്തിലായിരിക്കും ജീവിക്കുക. അതുകൊണ്ട് ഭയത്തെ തൂത്തെറിയുകയാണ് രാഷ്ട്രീയ വിമോചനത്തിലേക്കുള്ള ഒന്നാമത്തെ ചവിട്ടുപടി എന്ന് ഗാന്ധിജി നമുക്ക് കാണിച്ചു തന്നു എന്ന് നെഹ്റു പറയുന്നു. ഓക്കെ, ഭയം ഉൽപ്പാദിപ്പിക്കുക എന്നുള്ളത് ഏകാധിപതികളുടെ ഒരു രീതിയാണ്. ഓക്കെ, അതുകൊണ്ട് ഈ ഭയത്തിൽ നിന്നും പുറത്തു കടക്കുവാനായി ഗാന്ധിജി നമ്മെ ഉദ്ബോധിപ്പിച്ചു. Now, on the threshold, it was against this all-pervading fear that Gandhi's quiet and determined voice was raised. And Gandhi's voice was quiet, but it was determined. അദ്ദേഹത്തിൻ്റെ ശബ്ദം നിശബ്ദമായിരുന്നു, അല്ലെങ്കിൽ ബഹളങ്ങളില്ലാത്തതായിരുന്നു. It was quiet, but at the same time it was determined, നിശ്ചയദാർഢ്യത്തോടു കൂടിയുള്ളതായിരുന്നു. Okay, and against this fear, Gandhiji smiled his smile and he raised his soft voice. Be not afraid, he said. ഭയപ്പെടരുത്, be not afraid. Was it so simple as all that? It is easy to say, don't be afraid. But was it that easy to accept it? Not quite. Nehru says very realistically, not quite. It was not very easy for the people to accept this. It was not quite easy. And yet, fear builds its phantoms, ghosts, okay, rakshasugal, and which are more fearsome than reality itself. And reality, when calmly analyzed and its consequences willingly accepted, loses much of its terror. This is very important. It was not very easy for the people to overcome fear. But Nehru explains, slowly by slowly, turn by turn, people were prepared to accept reality and have a more realistic view of reality. യാഥാർത്ഥ്യത്തെക്കുറിച്ച് യുക്തിയില്ലാത്ത ഭീതിയല്ല വേണ്ടത്, ഭയമല്ല വേണ്ടത് എന്നും യാഥാർത്ഥ്യത്തെ അംഗീകരിക്കുകയാണ് വേണ്ടത് എന്നും ജനങ്ങൾ മനസ്സിലാക്കുന്നു. അതോടുകൂടി യഥാർത്ഥത്തിലുള്ള അവസ്ഥയെ, യാഥാർത്ഥ്യത്തിനെ ചൂഴ്ന്നു നിൽക്കുന്ന സംശയത്തിൻ്റെയും ഭീതിയുടെയുമായിട്ടുള്ള മോൺസ്റ്റേഴ്സ്, പിശാചുക്കൾ, ഓക്കെ, അകന്നു പോവുകയും യാഥാർത്ഥ്യത്തെ യാഥാർത്ഥ്യമായി കാണുവാൻ കഴിയുകയും ചെയ്തു. ദിസ് ഇസ് എ സൈക്കോളജിക്കൽ അപ്രോച്ച്. ഇൻ ഫാക്ട്, if you are afraid of something, you need to be sensible enough to analyze what you are afraid of. ഓക്കെ, ഭയത്തെ നേരിടുവാനുള്ള ഏറ്റവും നല്ല വഴി ഭയപ്പെടുന്ന വസ്തുവിനെ മനസ്സിലാക്കുക എന്നുള്ളത് തന്നെയാണ്. ഓക്കെ, അണ്ടർസ്റ്റാൻഡ് റിയാലിറ്റി എന്നുള്ളതാണ്. We go to that. So suddenly, as it were, that black pall of fear was lifted from the people's shoulders, not wholly of course, but to an amazing degree, slowly by degree. Okay, slowly by slowly, this pall of fear, this cover of fear, this shroud of fear, ഭയത്തിൻ്റെ ഈ ശവക്കച്ച പതുക്കെ പതുക്കെ ജനങ്ങളിൽ നിന്നും അകന്നുപോയി, ജനങ്ങളുടെ മുകളിൽ നിന്നും ഉയർത്തപ്പെട്ടു. They became, slowly by slowly, they became more courageous. Indian people became more courageous. As fear is close companion to falsehood, so truth follows fearlessness. This is very interesting and very important. Okay, what he says is that as fear is close companion to falsehood, fear is equal to falsehood, whereas fearlessness is equal to truth. This is the simple, equation that Gandhi worked on. If you are afraid of something, it means that you are following falsehood, ayadartham, nuna, vyajam. ഓക്കെ, അപ്പോൾ ഭയവും വ്യാജവുമായാണ്, നുണയുമായാണ് ബന്ധം. അതുപോലെ തന്നെ ഭയമില്ലായ്മയും, ഫിയർലെസ്നെസ്,
ഫിയർലെസ്നെസ്സും സത്യവുമായാണ് ബന്ധം. സോ വെൻ വിൽ യു ബിക്കം ഫിയർലെസ്? വെൻ യു ആർ ട്രൂത്ത്ഫുൾ യു ബിക്കം ഫിയർലെസ്. നിങ്ങൾ എപ്പോഴാണോ സത്യസന്ധനായിരിക്കുന്നത് അപ്പോൾ നിങ്ങൾ ഭയമില്ലാത്തവനായിത്തീരുന്നു. നിങ്ങൾ എപ്പോഴാണോ നുണകൾക്ക് പുറകെ പോകുന്നത്, നിങ്ങൾ എപ്പോഴാണോ നുണയായിരിക്കുന്നത്, അപ്പോൾ നിങ്ങൾക്ക് ഭയമുണ്ടാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ സത്യവും ഭയമില്ലായ്മയും തമ്മിൽ ഒരു ഡയറക്റ്റ് റിലേഷൻ ഉണ്ട് എന്ന് ഗാന്ധി എസ്റ്റാബ്ലിഷ് ചെയ്തു എന്ന് നെഹ്റു പറയുന്നു. ദിസ് ഈസ് എൻ ഇൻട്രസ്റ്റിംഗ് ഒബ്സർവേഷൻ ആൻഡ് വെരി ഇമ്പോർട്ടൻറ്റ്. നൗ then the Indian people did not become much more truthful than they were. Nehru humorously says, it is not that overnight the Indian people became very truthful. ഒറ്റ രാത്രി കൊണ്ട് ഇന്ത്യക്കാർ ഒന്നടങ്കം സത്യസന്ധരായി മാറുകയും അവർ ഫിയർലെസ്സായി മാറുകയും ചെയ്തു എന്ന് ഇതിന് അർത്ഥമില്ല. പക്ഷേ ഗാന്ധിജിയുടെ അപ്രോച്ച് മനഃശാസ്ത്രപരമായിരുന്നു. ഓക്കെ, the Indian people did not become much more truthful than they were, nor did they change their essential nature overnight. Okay, their essential nature, സ്വാഭാവികമായ പ്രകൃതം ഒറ്റ രാത്രി കൊണ്ട് മാറുകയൊന്നും ചെയ്തിട്ടില്ല. Nevertheless, a sea change was visible as the need for falsehood and furtive behavior lessened. But there was a sea change. ആഴത്തിലുള്ള ഒരു മാറ്റം ദൃശ്യമായിരുന്നു. ഗാന്ധിജിയുടെ ആഗമനത്തിന് ശേഷം ഇന്ത്യൻ ജനതയുടെ മനോഭാവത്തിൽ ആഴത്തിലുള്ള ഒരു മാറ്റം ദൃശ്യമായിരുന്നു. ആ മാറ്റത്തിൻ്റെ ലക്ഷണം എന്താണെന്ന് വെച്ചാൽ ഫാൾസ്ഹുഡ്, നുണകൾക്ക് വേണ്ടിയുള്ള, അല്ലെങ്കിൽ ഫേർട്ടീവ് ബിഹേവിയർ, സീക്രട്ടീവ് ബിഹേവിയർ, രഹസ്യാത്മകമായ ജീവിതത്തോടുള്ള, വ്യാജ ജീവിതത്തോടുള്ള പ്രതിപത്തി ജനങ്ങളിൽ കുറഞ്ഞു വന്നു. ഇന്ത്യക്കാരുടെ മനസ്സിൽ സത്യത്തിനോടുള്ള ഒരു പ്രാഥമികമായ അഭിനിവേശം ഉണ്ടായി വന്നു എന്നുള്ളതാണ് ഗാന്ധിജിയുടെ ഒരു പ്രധാനപ്പെട്ട ഇമ്പാക്റ്റായി നെഹ്റു പറയുന്നത്. അതിന് കാരണം ഇറ്റ് വാസ് എ സൈക്കോളജിക്കൽ ചേഞ്ച്. ദിസ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഇറ്റ് വാസ് എ സൈക്കോളജിക്കൽ ചേഞ്ച്, മനഃശാസ്ത്രപരമായ ഒരു മാറ്റമായിരുന്നു. ആൻഡ് ഓൾമോസ്റ്റ് ആസ് ഇഫ് എൻ എക്സ്പെർട്ട് ഇൻ സൈക്കോ അനാലിറ്റിക്കൽ മെത്തേഡ്സ് had probed deep into the patient's past and found out the origins of his complexes, exposed them to his view, and thus rid him of the burden. This is the way of psychoanalysis. സിഗ്മണ്ട് ഫ്രോയിഡ് എന്ന സൈക്കോ അനലിസ്റ്റ് കണ്ടെത്തിയിട്ടുള്ള ഒരു മെത്തേഡാണ് സൈക്കോ അനാലിസിസ് എന്ന് ചുരുക്കി പറയാം. ഒരു മാനസികമായ രോഗങ്ങളാൽ കഷ്ടപ്പെടുന്ന ഒരാളെ ചികിത്സിക്കുന്നതിൻ്റെ ഭാഗമായി അയാളുടെ ഭൂതകാലം അയാളുടെ ഓർമ്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരികയും ആ ഭൂതകാലത്തിലെ ഭയാനകമായ അനുഭവങ്ങളെ നീക്കം ചെയ്യുകയും അങ്ങനെ അയാളുടെ മനസ്സിലുള്ള കോംപ്ലക്സുകളെ മാറ്റുകയും അയാളെ ശാക്തീകരിക്കുകയും ചെയ്യുന്ന പരിപാടിയാണ് സൈക്കോ അനാലിസിസ് എന്ന മനഃശാസ്ത്ര പദ്ധതി. സത്യത്തിൽ ഗാന്ധിജി ചെയ്തതും ഇത് തന്നെയാണ്. ഇന്ത്യക്കാരെ അവരുടെ ഭൂതകാലം എന്ന് പറഞ്ഞാൽ അടിമത്തത്തിൻ്റെയും ദാസ്യവേലയുടെയുമായിട്ടുള്ള ഭൂതകാലത്തിലേക്ക് അവരെ തിരിച്ചു പോയി. അവരെ ആ ഭൂതകാലത്തിൻ്റെ തിന്മകളെക്കുറിച്ച് ഗാന്ധിജി ബോധവാന്മാരാക്കി. അങ്ങനെ ബോധവാന്മാരാക്കി അവരെ ശാക്തീകരിക്കുകയും അവരെ ശക്തരായി സത്യസന്ധരായ മനുഷ്യരായി തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു എന്നുള്ളതാണ്. ഭയത്തിൻ്റെതായ ഒരു കോംപ്ലക്സ് ഇന്ത്യയുടെ സമൂഹ മനസ്സിലുണ്ടായിരുന്നതിനെ ഒരു സൈക്കോ അനലിസ്റ്റ് എന്നതുപോലെ ഗാന്ധിജി ചികിത്സിച്ചു ഭേദപ്പെടുത്തി എന്ന് നെഹ്റു പറയുന്നു. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. there was the psychological reaction also. ഇതിനോട് മനഃശാസ്ത്രപരമായ ഒരു പ്രതികരണവും ഉണ്ടായിരുന്നു. ഗാന്ധിജിയുടെ സമീപനത്തിനോട് ഇന്ത്യയുടെ ഒരു മനഃശാസ്ത്രപരമായ പ്രതികരണവും ഉണ്ടായിരുന്നു ഇന്ത്യൻ ജനതയുടെ. a feeling of shame at our own long submission to an alien rule. alien, വിദേശം, വൈദേശികം, submission, കീഴടങ്ങൽ. a feeling of shame at our submission to a foreign rule. വിദേശ ഭരണത്തിന് ഇത്രയും കാലം നാം കീഴടങ്ങിയതിലുള്ള നമ്മുടെ ലജ്ജ ഉണർന്നു. and that had degraded and humiliated us. and it is this servitude, ഈ ദാസ്യ മനോഭാവമാണ് നമ്മളെ ഡീഗ്രേഡ് ചെയ്തത്, നമ്മളെ ഹ്യൂമിലിയേറ്റ് ചെയ്തത്, നമ്മളെ അപമാനിച്ചത്, ഇൻസൾട്ട് ചെയ്തത്. ആൻഡ് എ ഡിസയർ ടു സബ്മിറ്റ് no longer we are going to submit ourselves to the British rulers എന്നൊരു ചിന്ത വന്നു. ആൻഡ് വാട്ട് എവർ ദ കോൺസിക്വൻസസ് മൈറ്റ് ബി, കോൺസിക്വൻസസ്, പ്രത്യാഘാതങ്ങൾ, results, impact, whatever the impact might be, we are no more going to be servants of the British people. This was the attitudinal change that came over. Whatever the consequences might be, we did not grow much more truthful perhaps than we had been previously.
Okay, Nehru repeatedly says, we did not grow much more truthful. Overnight, we didn't become truthful. But what happened is that Gandhi was always there as a symbol of uncompromising truth to pull us up and shame us into truth. But Gandhi's effect was this. We did not become more truthful overnight. There still were remains of our old habits. നമ്മുടെ പഴയ ശീലങ്ങൾ നമ്മളിൽ ഉണ്ടായിരുന്നുവെങ്കിൽ പോലും ഗാന്ധി വാസ് ഓൾവേസ് ദെയർ ആസ് എ സിംബൽ ഓഫ് അൺകോംപ്രമൈസിങ് ട്രൂത്ത്. വിട്ടുവീഴ്ചയില്ലാത്ത, ഒത്തുതീർപ്പിന് തയ്യാറല്ലാത്ത സത്യത്തിൻ്റെ ഒരു പ്രതീകമായി ഗാന്ധിജി നമ്മുടെ മുന്നിൽ, ഇന്ത്യക്കാരുടെ മുന്നിൽ ഉണ്ടായിരുന്നതുകൊണ്ട്, സത്യത്തിൻ്റെ പ്രതീകമായി, വ്യാജമില്ലാത്ത, നുണകളില്ലാത്ത സത്യത്തിൻ്റെ പ്രതീകമായി ഗാന്ധിജി നമ്മുടെ മുന്നിൽ ഉണ്ടായിരുന്നത് കൊണ്ട് ഹി പുൾഡ് അസ് അപ്പ്, നമ്മളെ വലിച്ചെടുത്തു. ഒരു രാഷ്ട്രം എന്ന രീതിയിൽ, ഒരു ജനത എന്ന രീതിയിൽ ഹി പുൾഡ് അസ്, നമ്മളെ വലിച്ചെടുത്തു എങ്ങോട്ട്? ആൻഡ് ഷെയിംഡ് അസ് ഇൻ ടു ട്രൂത്ത്. നമ്മുടെ ബോധത്തെ, നമ്മുടെ അസത്യത്തോടുള്ള നമ്മുടെ കീഴടങ്ങലിനെ അദ്ദേഹം ലജ്ജിതനാക്കി തീർത്തു എന്നുള്ളത്. ഓക്കെ, ഹി ഷെയിംഡ് അസ് ഇൻ ടു ട്രൂത്ത്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സെൻറ്റൻസ്. Okay, Indian people were shamed to truth. Okay, and they were reminded that they were never truthful, and it was their duty to be truthful to themselves, to their country, and to their spirit. Okay, രാഷ്ട്രത്തോടും സ്വന്തം ആത്മസത്തയോടും സത്യസന്ധരായിരിക്കുവാനായി ഗാന്ധിജി നമ്മെ പ്രേരിപ്പിച്ചു, മോട്ടിവേറ്റ് ചെയ്തു എന്നതാണ് ഗാന്ധിജിയുടെ ഇമ്പാക്റ്റിൻ്റെ സീക്രട്ട് എന്ന് നെഹ്റു പറയുന്നു. We continue in the next class.